NSS ക്യാമ്പിന് കൊടിയുയർത്തി. പ്രോജക്റ്റ് വർക്ക് അതിവിജയകരമായി ദേലമ്പാടി GHSS നടന്നു. സോഷ്യൽ വർക്കർ രത്നമാല അവർകൾ അവയർനെസ് ക്ലാസ്സിന് തുടക്കം കുറിച്ചു. എയ്ഡ്സിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ അവയർനെസ് ക്ലാസ്. വാർത്തകൾ വിശദമായി. NSS ക്യാമ്പിന് നോൺ ടീച്ചിങ് സ്റ്റാഫ് സുന്ദരണ്ണ കൊടിയുയർത്തി. കൂടുതൽ വിവരങ്ങളുമായി ഷിബിന ലൈനുണ്ട്. ഷിബിന, എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? ആയിഷ, കൃത്യം 6 മണിക്ക് തന്നെ NSS ക്യാമ്പിന് വളരെ കാലത്തെ പരിചയമുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫ് കൂടിയായ സുന്ദരണ്ണൻ കൊടി ഉയർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇത് 5ാമത്തെ ക്യാമ്പാണ്. ഇത് കൊടിയുയർത്തിയതിനു ശേഷം NSS അംഗമായ ഉബൈദ് വ്യായാമത്തിന് നേതൃത്വം നൽകി. ഇതാണ് ആയിഷ ഇവിടുത്തെ വിവരങ്ങൾ. താങ്ക് യു ഷിബിന, വിവരങ്ങൾ നൽകിയതിന്. പ്രോജക്റ്റ് വർക്ക് വിജയകരമായി ദേലമ്പാടി GHSSൽ നടന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായിരുന്ന ദേലമ്പാടി GHSSൽ NSS യൂണിറ്റിന്റെ പല വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും തുടക്കം കുറിച്ചു. വിവരങ്ങളുമായി ഷിബിന ലൈനിലുണ്ട്. ഷിബിന, എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്? ആയിഷ, മിതമായ അടിസ്ഥാന സൗകര്യമില്ലായിരുന്ന ദേലമ്പാടി GHSS സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടപ്പാതയും അതുപോലെ തന്നെ മാലിന്യം നിക്ഷേപിക്കാനുള്ള കുഴികളും ഉണ്ടാക്കി. നാട്ടുകാരുടെ സഹായവും പ്രോത്സാഹനവും ഉണ്ടായതിനാൽ തന്നെ പ്രോജക്റ്റ് അതീവ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. താങ്ക് യു ഷിബിന. ഇനി ഒരു ബ്രേക്ക്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. റിസപ്ഷൻ വർക്ക് സ്നോ ഗ്രൂപ്പും പ്രോജക്റ്റ് വർക്ക് വാട്ടർ ഗ്രൂപ്പും ഐസ് ഗ്രൂപ്പിന് ബസ് ഡ്യൂട്ടിയുമാണ് നൽകിയിട്ടുള്ളത്. പ്രോജക്റ്റ് വർക്കിന് ദേലമ്പാടി GHSSലെ പ്രോജക്റ്റ് വർക്ക് നടന്ന ദേലമ്പാടി GHSS ഹെഡ് മാസ്റ്ററുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് വേണ്ടി ജയലക്ഷ്മി ലൈനിലുണ്ട്. എന്താണ് ജയലക്ഷ്മി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയാനുള്ളത്? ആയിഷ, അത് വളരെ യാദൃശികമായിട്ടാണ് അവിടെ നടന്നത്. അതായത് സാർ മൊബൈലും കൊണ്ട് പോകുമ്പോൾ അറിയാതെ കീശലിന് താഴെ പോയി. അതായത് കീശലുള്ള ഒരു ചെറിയ കീറലുള്ളതുകൊണ്ടാണ് അത് മൊബൈൽ ഫോൺ കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ അറിയില്ല. ഹലോ ആയിഷ, കേൾക്കുന്നുണ്ടോ? ആയിഷ, ഒന്നും വ്യക്തമല്ല. തിരിച്ചു വരാം. നമുക്ക് ന്യൂസിലേക്ക് തിരിച്ചു വരാം. ചില സാങ്കേതിക തകരാറുകൾ മൂലം ലൈൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പാൾ നന്ദകേശൻ സാറിന്റെ മൊബൈൽ ഫോണാണ് കളഞ്ഞു പോയിട്ടുള്ളത്. അത് വീണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണ്. പ്രോഗ്രാം ഓഫീസറുടെ ക്യാപ്പ് കളഞ്ഞുപോയി. അല്പസമയത്തിനകം സന്ധ്യയുടെ തലയിൽ കണ്ടെത്തി. ഇത് കണ്ടുപിടിച്ചത് NSS സെക്രട്ടറിയാണ്. ഇത് സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ക്യാമ്പ് ലീഡർ
ശ്രീരാജ്. വാർത്തകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒരു ക്യാമ്പ് ഡയറി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ പ്രോഗ്രാം ഓഫീസറുമായി ബന്ധപ്പെടേണ്ടതാണ്. വാർത്തകൾ കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം.